അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന നൂതന പ്രസ്ഥാനത്തിൻ്റെ കീഴിലായി ധാരാളം കാലമായി തുടർന്നു വരുന്ന ഒരു മതവിരുദ്ധമായ പ്രവർത്തനമാണ് സക്കാത്ത് കമ്മിറ്റി, ബൈത്തു സക്കാത്ത് എന്ന പ്രസ്ഥാനം. ഇത് തികച്ചും മതവിരുദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്തവർക്കൽ നിന്ന് ആരുടെയും സക്കാത്ത് ഈ വകുപ്പിലേക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. വെറുതെ സക്കാത്ത് ഇവർക്ക് കൊടുത്ത് ബാത്തിലാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന പണ്ഡിതന്മാരുടെ ആ ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ആരും അവർക്ക് അധികം അടക്കാതെ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചില സമ്പന്നന്മാരെ ഒപ്പം കൂടി അവരിൽ നിന്നും സക്കാത്ത് പിരിച്ചെടുത്ത് അത് ശുഷ്കമായൊരു കമ്മിറ്റിയായി മുന്നോട്ട് പോകുന്നതിനെതിരെ അവരിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് പൊതുജന മധ്യത്തിൽ പൊതുവെ അംഗീകാരമുള്ളവരും കൂടുതൽ വോട്ടിന് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുന്നവരും ചില പോരിശകളുടെ പേരിൽ മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ ജനങ്ങളൊപ്പം കൂടിയ കുറച്ച് പോരിശയുള്ള തറവാട്ടുകാരിൽപ്പെട്ട ഏതാനും ആളുകളെ പാട്ടിൽ പിടിച്ചുകൊണ്ടൊക്കെ ഇതിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ഇതിനെ എല്ലാവരുടെയും വിഷയമാക്കി മാറ്റി സർവരിൽ നിന്നും സക്കാത്ത് സംഭരിച്ച് അത് ഇവരുടേതായ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കണം, പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കണം. ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞതായ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട 8 വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗത്തിലും പെടാത്തവരാണ് ഇവർക്ക് ഹുക്കൂമത്ത് ഇലാഹി ഇല്ല എന്നവരിപ്പോൾ തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹുക്കൂമത്ത് ഇലാഹി ആയിട്ട് ഇസ്ലാമിക രാജ്യം ഇല്ലെങ്കിലും നമ്മുടേത് ഇസ്ലാമിക രാജ്യമാക്കി നമ്മുടെ പ്രവർത്തന മേഖലയെ, പാർട്ടിയെ ഒരു ഹുക്കൂമത്ത് ഇലാഹി ആക്കി അതിൻ്റെ കീഴിൽ ഒരു ഇസ്ലാമിക ഭരണവും ആ ഭരണാധികാരിക്ക് സക്കാത്ത് വാങ്ങാമല്ലോ, ആ വാങ്ങാൻ പറ്റുന്ന സക്കാത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രാദേശിക ശൂറ വഴി കേന്ദ്ര ശൂറയെ ഏൽപ്പിച്ചിട്ട് അവരുടെ പ്രസ്ഥാന പ്രവർത്തനത്തിനും അവരുടെ ജിഹാദ് എന്ന നിലക്ക് മാധ്യമം പത്രത്തിനും മീഡിയ വണ്ണിനും അതുപോലെയുള്ള ചാനലുകൾക്കും മറ്റുമൊക്കെ ചിലവഴിക്കുക എന്ന കുത്സിത ശ്രമം പാവപ്പെട്ട ആളുകൾ അവരുടെ സക്കാത്ത് എന്ന് പറയുന്ന അവരുടെ ശുദ്ധീകരണമാണ്, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിനെ ബാത്തിലാക്കി അമലുകളൊക്കെ വേറെ നിലക്ക് നൂതനവാദികളൊക്കെ ബാത്തിലാക്കുന്നുണ്ട്, നിസ്കാരവും നോമ്പും മറ്റു പല പരിപാടികളും എന്നതുപോലെ സക്കാത്തും ഇതുപോലെ ബാത്തിലാക്കണമെന്ന് ആശയമുള്ളവരാണ് നവീന ആശയക്കാർ. പക്ഷേ മറ്റുള്ളവർക്ക് ഇത്ര വ്യാപകമായ അർത്ഥത്തിലുള്ള കമ്മിറ്റിയോ പിരിവോ ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഏതായാലും അതിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടനം നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാകുന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ET മുഹമ്മദ് ബഷീർ 2025 ജനുവരി 31 കണ്ണൂരിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായി നോട്ടീസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. സംഭവം നടക്കുമെന്നാണ് തോന്നുന്നത്. എന്നാൽ അതിന് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് പാണക്കാട്ടെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതിനെ അനുമോദിക്കുകയും ആ ലോഗോ പ്രകാശനം ചെയ്യുകയും എല്ലാവരും അതിലേക്ക് സഹായവും അതുപോലെ ഈ സക്കാത്തൊക്കെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോഗോ പ്രകാശനം ചെയ്തതിന് ശേഷം പ്രചരണം നൽകിക്കൊണ്ട് അദ്ദേഹം ചെയ്ത വീഡിയോ കാണുക. കഴിഞ്ഞ 25 വർഷമായി വളരെ നിർധനരായ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ബൈത്തു സക്കാത്ത്. ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. 25 വർഷമായി വളരെ സേവനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബൈത്തു സക്കാത്ത് എന്ന പ്രസ്ഥാനത്തിന് എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്യണം. മൂപ്പർക്കത് വലിയ താല്പര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലോഗോ പ്രകാശനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ് ഉൾപ്പെടുത്തി പ്രചരിപ്പിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ
സമാഹരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഈ ജനുവരി 31 കണ്ണൂരിൽ E.T. ബഷീർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, അത് പാണക്കാട് തങ്ങളാണെങ്കിലും അല്ലാത്ത തങ്ങളാണെങ്കിലും, ദീനിയായ കാര്യങ്ങൾ ഒന്നിരിക്കൽ പഠിക്കുക, എന്നിട്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കുക. അല്ല, ഇനി ഞങ്ങൾ പഠിക്കില്ല, ഞങ്ങൾക്ക് ഈ വിദ്യാർത്ഥികാരുമായി തന്നെ കൂട്ടുകൂടി നടക്കണം, അവരുടെ ചൊൽപ്പടിക്കനുസരിച്ച് അവർ പറയുന്നത് ചെയ്തു കൊടുക്കണം, അങ്ങനെ ഞങ്ങൾ നിൽക്കുകയുള്ളൂ, ഞങ്ങളുടെ പിന്നിൽ കുറേ കഴുതകളായ ജനങ്ങളുണ്ട്, എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ തറവാടിൻ്റെ പോരിശമുണ്ട്, അവരെ നമുക്ക് വശീകരിക്കാനും അവരെ നമുക്ക് കൊണ്ടുപോകാനും കഴിയും എന്നുള്ള ദുർവാശിയാണോ എന്നാണ് ഇവരെക്കുറിച്ച്. കാരണം ഇത് തെറ്റാണെന്ന് ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം. മദ്രസ 4ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് പോലും ഈ പറയപ്പെട്ട സംഘടിത സക്കാത്തും ബൈത്തു സക്കാത്തും ഇസ്ലാമികമല്ല എന്നറിയാം. ഇനി അറിയാത്തൊരു കാര്യമാണെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കാൻ ഇഷ്ടംപോലെ പണ്ഡിതന്മാരുണ്ടല്ലോ. ആ പണ്ഡിതന്മാരോടൊന്നും ചോദിക്കാതെ അറിയുന്ന കാര്യം തന്നെ മർക്കട മുഷ്ടിയോടെ ഞങ്ങളിത് ചെയ്യും, ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞങ്ങളുടെ ഷറഫുള്ള തറവാട്ടുകാർ വേറെ ആരുമില്ല, ഞങ്ങളുടെ തറവാടിന് മേൽ പരുന്ത് പറക്കില്ല എന്ന രീതിയിലൊക്കെയുള്ള ചില ധാരണകൾ ഇവർക്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവും പാണക്കാട്ടെ ഒരു തങ്ങളുകുട്ടിയും ഈ മതവിരുദ്ധമായ പ്രവൃത്തിയെ പിന്തുണച്ചുകൊണ്ടും വീഡിയോ ഇറക്കിക്കൊണ്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ദീനിൻ്റെ നിയമം എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് അവരുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മതവിരുദ്ധമാണെന്ന് തെളിവ് സഹിതം സമർത്ഥിക്കാൻ പോകുന്നത്. ഇവരെല്ലാം കൂടി പറയുമ്പോൾ ഇതിനപ്പുറം ഒരു ദീനില്ലല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് പാമരന്മാർ അവരുടെ സക്കാത്ത് വിഹിതം എവിടെയെങ്കിലും കൊടുത്ത് ബാത്തിലാക്കുന്ന പരിപാടി നോക്കി നിൽക്കാൻ കഴിയില്ല. അവരോട് ബോധം നൽകുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് മതത്തിൻ്റെ ഇത് സംബന്ധമായ ശരിയായ വശങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സക്കാത്ത് അവരുടെ പാർട്ടി പ്രവർത്തനത്തിന് തന്നെയാണ് വിനിയോഗിക്കുന്നത് എന്നതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഭരണഘടന തന്നെ പറയുന്നത് ഈ സക്കാത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് അവരുടെ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭരണഘടന പറഞ്ഞാൽ പിന്നെ അതിനെതിരൊന്നും ഉണ്ടാവില്ലോ. ആ ഭരണഘടന പറയുന്നു, ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് വിഹിതം പ്രാദേശിക ബൈത്തുൽ മാലിൽ അടയ്ക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന പേജ് 40 ഖണ്ഡിക 54. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമീൻ്റെ ഒരു യൂണിറ്റ് എവിടെയെങ്കിലും ഉണ്ടോ, ഒരു ഹൽക്ക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ജമാഅത്ത് അംഗങ്ങൾക്ക് ഇത് നിർബന്ധമായിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. കാരണം അവരേതായാലും അവരുടെ ദീനും അവരുടെ അമലും നശിപ്പിക്കാൻ ജനിച്ചവരാണ്. പക്ഷേ ഈ പരിപാടി അതുകൊണ്ട് മതിയാകുന്നില്ല, എല്ലാവരെയും ഉൾപ്പെടുത്തണം, സുന്നികളുടെയൊക്കെ സക്കാത്ത് അവർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയുടെ പേജ് 40 ഖണ്ഡിക 54 ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഹൽക്കകൾക്ക് ഇവർ എന്ത് ചെയ്യണം? ജമാഅത്ത് അംഗങ്ങൾ നൽകണമെന്ന ഭരണഘടന പറയുന്നത്. ആ പറഞ്ഞ ഭരണഘടനയിലെ തീരുമാനം എല്ലാവരിലേക്കും വ്യാപകമാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രാദേശികമായിട്ട് കൊടുത്ത സംഖ്യ അവിടെ നിൽക്കുമോ? അതില്ല. ഭരണഘടന വീണ്ടും പറയുന്നു, പ്രാദേശിക ബൈത്തുൽ മാൽ കേന്ദ്ര ബൈത്തുൽ മാലിൽ ലയിപ്പിക്കാൻ അമീറിന് അധികാരം ഉണ്ടായിരിക്കും. അതെന്നോ ലയിപ്പിക്കൽ കയ്യിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന പേജ് 40 ഖണ്ഡിക 57 വകുപ്പ് ബി. അപ്പോൾ പ്രാദേശികമായി കൊടുക്കുന്നതായ സക്കാത്തുകൾ ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊന്നാകുള്ള കമ്മിറ്റിയാണല്ലോ, അതിലാണ്ട് ലയിപ്പിക്കുക. ആ ലയിപ്പിക്കാൻ അമീറിന് അധികാരമുണ്ട്. അമീർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണാധികാരിയാണല്ലോ, ഹുക്കൂമത്തെ ഇലാഹിലെ. അപ്പം പിന്നെ ഈ കേന്ദ്രത്തിൽ അപ്പോൾ തടിച്ചുകൂടിയതായ ഈ സക്കാത്തിൻ്റെ വിഹിതം പിന്നെ എന്താ ചെയ്യേണ്ടത്? അതും ഭരണഘടന പറയുന്നുണ്ട്. കേന്ദ്ര ബൈത്തുൽ മാലിൽ നിന്ന് ജമാഅത്ത് പ്രവർത്തനങ്ങൾക്ക് സംഖ്യ ചെലവ് ചെയ്യുക. കേന്ദ്ര ബൈത്തുൽ മാലിൽ എത്തിയ പ്രാദേശിക സക്കാത്ത് തുകയെല്ലാം കൂടി ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചെലവ് ചെയ്യുക. അല്ലാതെ സക്കാത്തിൻ്റെ അവകാശികളായ മറ്റുള്ളവർക്കെങ്കിലും ഒന്ന് കൊടുത്തു തീർക്കുക, കൊടുത്തു വീട്ടുക എന്നല്ല പറയുന്നത്. ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളാകുന്ന പത്രം, മാധ്യമം, മീഡിയ, അതുപോലെ എന്തൊക്കെ പരിപാടി ഉണ്ടോ, പുസ്തക പ്രസിദ്ധീകരണം, IPH തുടങ്ങിയതിനൊക്കെ ചിലവാക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇത് പറയുന്നത് ജമാഅത്തിൻ്റെ ഭരണഘടനയിൽ പേജ് 28 ഖണ്ഡിക 28 വകുപ്പ് 20. അപ്പോൾ ഇവരുടെ ബൈത്തുൽ സക്കാത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഭരണഘടനയാണ് പറയുന്നത്. സക്കാത്ത് സംഭരിക്കുക, അവകാശികൾക്ക് വിതരണം ചെയ്യുക എന്ന തത്വവുമായി ബൈത്തുൽ സക്കാത്ത്
രൂപീകരിക്കുകയും അതിൻ്റെ മറവിൽ പല രീതിയിൽ വകമാറ്റി അത് ചെലവഴിക്കുകയും പത്രവും ചാനലും മാധ്യമ ജിഹാദ് എന്ന നിലക്ക് നടത്തിക്കൊണ്ടുപോകാനും മറ്റുമൊക്കെ വഴിവിട്ട് അതിൻ്റെ ധനം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ജമാഅത്തെ ഇസ്ലാമിയിലെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന ഖാലിദ് മൂസ നദ്വി എന്ന അദ്ദേഹത്തെ ആ പ്രസ്ഥാനത്തിൽ നിന്നും ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു, ഒഴിവാക്കി. അപ്പം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് മാത്രം, പൊതുവേ സമൂഹത്തോടല്ല, ഏതാനും ആളുകളോട് മാത്രം അദ്ദേഹം അത് വിശദീകരിച്ച് പറഞ്ഞത് നമുക്കറിയാം. ഒരു ഈർഷ്യത കൊണ്ടാണെങ്കിൽ പൊതുജനങ്ങളോടാണ് പറയേണ്ടത്. അതേസമയം വസ്തുത വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുകയാണ്. ആ ഓഡിയോ സന്ദേശം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ റഫീഖുകളെ, ജമാഅത്ത് ഇസ്ലാമി കേരള നേതൃത്വവുമായി ഇടയാൻ കാരണമായി തീർന്ന ഒടുവിലത്തെ സംഭവം ഇങ്ങനെ ചുരുക്കി പറയാം. മാധ്യമത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഷൂറ അന്വേഷണ സമിതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും മാധ്യമത്തിന് വേണ്ടി 10 കോടി രൂപ ഡൊണേഷനായി അടിയന്തര സ്വഭാവത്തിൽ സമാഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഷൂറ പിരിഞ്ഞത്. മാധ്യമം, ദിനപത്രം ഒരു ദീനി സംരംഭം എന്ന നിലക്ക്, മാധ്യമരംഗത്തെ ഒരു ജിഹാദ് എന്ന നിലക്ക് ഒടുവിൽ മീഡിയ വന്നു. അൽ ജിഹാദി അൽ ഇലാമി മാധ്യമ ജിഹാദ് എന്ന രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ തബറുആത്തുകൾ, വഖഫുകൾ, സദഖകൾ, സകാത്തുകൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ്. ഒരു സാധാരണ ദിനപത്രം നിലവിൽ വരുന്നത് പോലെ നിലവിൽ വന്നതല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ KC അബ്ദുള്ള മൗലവിയെയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി മുഅ്ജിസത്തിനോട്, മൂസാ നബിയുടെ വടിയോട് അതിനെ ഉപമിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വീണ്ടും 10 കോടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ മുഅ്ജിസത്തിന്റെയും മൂസാ നബിയുടെ വടിയുടെയും ദീനിയായ ത്യാഗത്തിന്റെയും വഖഫിന്റെയും സദഖ ജാരിയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക. അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ഒരു ശൈലിയും. പക്ഷെ നമ്മുടെ ആ രീതിയിലും നമ്മുടെ ആ ശൈലിയിലും നിലവിൽ വന്ന ഒരു സ്ഥാപനം ഞെട്ടൽ ഉളവാക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പ്രവർത്തകരറിയാതെ ഇനിയും ഒരു തബറുആത്ത് ക്യാമ്പയിൻ, ഒരു ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ, ഒരു സദഖ ജാരിയ ക്യാമ്പയിൻ നടന്നുകൂടാ എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന കാരണത്താൽ ആ പ്രവർത്തന റിപ്പോർട്ട്, ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ഷൂറക്ക് പുറത്ത് പ്രവർത്തകരിൽ എത്തിച്ചേരുന്നതിന് എന്റെ പ്രവർത്തനം ഇടയായിട്ടുണ്ട്. ഞാൻ കൃത്യമായും 2 പേർക്കാണ് ഇതിനകം അത് നൽകിയിരിക്കുന്നത്. അതിലൊന്ന് VT ഫൈസലിനാണ്. VT ഫൈസൽ എന്റെ ക്ലാസ്മേറ്റ് ആണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കനാണ്, ഖത്തറിലെ CIC എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക സംവിധാനത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. മറ്റൊന്ന് ഞാനത് നൽകിയത് ഡോക്ടർ K മുഹമ്മദ് നജീബിനാണ്. ഞാൻ വ്യക്തിപരമായി നൽകിയത്. ഡോക്ടർ K മുഹമ്മദ് നജീബ് നമ്മുടെ SIO-വിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലെ മലയാളി ഇസ്ലാമിസ്റ്റ് സംവിധാനത്തിന്റെ ഘടകത്തിന്റെ അൽ ഖസീം സോണൽ പ്രസിഡന്റാണ്. VT ഫൈസലിനും K മുഹമ്മദ് നജീബിനും ആ റിപ്പോർട്ട് ഞാൻ നൽകിയ വിവരം അന്വേഷണ വേളയിൽ ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന അമീറിനെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് വ്യക്തിപരമായിട്ട് മറ്റൊരാൾക്കും ആ റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. ഈ 2 പേർക്ക് ഞാൻ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 പേർക്ക് പോലും കൈമാറുന്നത് ഷൂറ നൽകിയ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൈമാറിയത്.
കൈമാറുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമാണ് ഈ ഒരു സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഈ കൈമാറ്റ പ്രക്രിയയുടെ മതവിധികളെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത പാമരന്മാരായ അണികളിൽ നിന്നും മറ്റ് ജനങ്ങളിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് പിരിച്ചെടുത്ത് നടത്തിയ തട്ടിപ്പിൻ്റെയും വകമാറ്റലിൻ്റെയും വ്യക്തമായ ഉദാഹരണമാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങിയ ആൾ തന്നെ ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഇവരുടെ റൂട്ടും ഇവരുടെ സമീപനവും ഇവർ പിരിച്ചെടുക്കുന്നതും ഒക്കെ സക്കാത്ത് പറയപ്പെട്ട അവകാശികൾക്ക് കൊടുക്കാനല്ല, പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ്. ഇനി പേരിന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഏതെങ്കിലും 1-2 ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുത്തിരിക്കാം, ഏതെങ്കിലും പുസ്തകം വാങ്ങാനോ തുണി വാങ്ങാനോ ഒക്കെ കൊടുത്തിരിക്കാം. അല്ലാത്തതൊക്കെ ഈ രീതിയിലാണ് ചെലവഴിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മതപരിഷ്കരണത്തിന് വേണ്ടി ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് ഇതെന്ന വിഷയത്തിൽ ആർക്കും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ഒരു സക്കാത്ത് പിരിവോ മറ്റോ ഇങ്ങനെയുള്ള പ്രാദേശിക കമ്മിറ്റികളോ മറ്റോ ചെയ്യാറില്ല. ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഭരണാധികാരിക്ക് അതിന് അധികാരമുണ്ട് എന്നല്ലാതെ ഇവിടെ ഭരണമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഭരണമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന ശ്രമം ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹുക്കൂമത്തുൽ ഇലാഹി ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് അവർ തന്നെ ആ വാദം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ പറഞ്ഞെങ്കിലും അതവർ ഉപേക്ഷിച്ചിട്ടില്ല. അവർ വീണ്ടും അത് എടുത്തുകൊണ്ട് അതിൻ്റെ ആളുകളായി അതിൻ്റെ ഇമാമുമാരായി ചമഞ്ഞ് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഉണർത്തുന്നത്. ഇനി അത് സംബന്ധമായ ഇസ്ലാമിക വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. സക്കാത്ത് വാങ്ങാൻ അർഹരായവർക്ക് സക്കാത്ത് വിഹിതം ശാസ്ത്രീയമായി എത്തിക്കാനുള്ള സംവിധാനം എന്നാണ് ഇതിന് അവർ പേരിട്ട് വിളിക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള സക്കാത്ത് വിതരണം ഇതാണ് ദുർന്യായമായി ഉദ്ധരിക്കുന്നത്. സക്കാത്ത് ശേഖരിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഇസ്ലാമിക പാരമ്പര്യം ചാർത്തി ബൈത്തുൽമാലിൻ്റെ പവറിലേക്ക് ഉയർത്തി ചിലപ്പോഴൊക്കെ അവർ അതിനെ ആ രീതിയിൽ തന്നെ വിലയിരുത്താറുണ്ട്. ബൈത്തുൽമാലാണല്ലോ ഇസ്ലാമിക ഭരണത്തിലുണ്ടാകൽ എന്നതുപോലെ ബൈത്തുൽ സക്കാത്ത് അങ്ങനെയാണ് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ബൈത്തുൽ സക്കാത്തിൽ ഒതുക്കിയത്. അതിന് ഭാവിയിൽ ചിലപ്പം ബൈത്തുൽ മാൽ തന്നെ ആയി മാറാനും ആ പേര് പരിണമിക്കാനും സാധ്യതയുണ്ട്. ഈ കമ്മിറ്റി മെമ്പർമാർക്ക് ആമിലീങ്ങൾ ഉദ്യോഗാർത്ഥികൾ എന്ന ഓമനപ്പേര് നൽകി അവകാശികൾക്ക് നൽകേണ്ട ഒരു വിഹിതം കമ്മിറ്റി പ്രവർത്തകർ മുഖേന സ്വന്തം പ്രസ്ഥാന ഫണ്ടിലേക്ക് തിരിക്കുന്നു. ഇത് മൊത്തമൊന്നും ഞങ്ങൾ ചിലവാക്കണില്ല എന്നൊക്കെയാണ് പലരും ന്യായം പറയൽ. പക്ഷേ ഇവർ അതിൽപ്പെട്ട ഒരവകാശനെ തന്നെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ബാക്കി ചിലവാക്കുന്നത് പ്രസ്ഥാന ഫണ്ടിലേക്ക് തിരിക്കുന്ന കുൽസിത ശ്രമം ആണ് ഇതിനുള്ളിൽ നടക്കുന്നത്. ഇങ്ങനെ കൃത്രിമങ്ങൾ കാണിച്ചു സ്വർഗം നേടാൻ ശ്രമിക്കുന്നതിലുപരി സക്കാത്തിൻ്റെ സമ്പത്ത് ലാഭിച്ച് നരകത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരിക്കും നല്ലത്. മതം പറയുന്ന ലക്ഷ്യവും മാർഗവും സ്വീകരിക്കാൻ മനസ്സില്ലാത്തവർ മുസ്ലിം ഐഡന്റിറ്റി നിലനിർത്തേണ്ടതില്ലല്ലോ. മതശാസനകൾ ധിക്കരിച്ച് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. എല്ലാം നിയമവിരുദ്ധമായിരിക്കണമെന്നാണ് ദീനിൻ്റെ കാഴ്ചപ്പാട്. ശരീഅത്ത് പാലിക്കാത്ത ഏത് സക്കാത്ത് വിതരണമുണ്ടോ അത് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നഷ്ടം മാത്രം വരുത്തിവെക്കുന്ന ഏർപ്പാടാണ് എന്ന് എല്ലാവരും ചിന്തിക്കൽ ആവശ്യമാണ്. കമ്മിറ്റിക്ക് എന്തൊക്കെയാണ് പോരായ്മയുള്ളത്? സക്കാത്ത് വിതരണത്തിന് ഇസ്ലാമിൽ 3 രീതിയാണുള്ളത്. 1, ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് അവിടുത്തെ ഇമാമിനെ ഏൽപ്പിക്കുക. 2, സ്വയം വിതരണം ചെയ്യുക. 3, അർഹതയുള്ളവനെ വക്കാലത്താക്കുക എന്നതാണ് ഈ 3 രൂപങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭരണമില്ലാത്തതിനാൽ വിതരണത്തിന് 2 രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ 3 വകുപ്പിലും അഭിനവ കമ്മിറ്റികൾക്ക് ഒരു പ്രവേശനവുമില്ല എന്ന് ചിന്തിച്ചാൽ അറിയാം. വിവിധ തസ്തികകളുള്ള ഒരു സംവിധാനത്തിനാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ട്രഷറർ ഉണ്ടാവും, മെമ്പർമാരുണ്ടാവും. ഇവർക്കൊക്കെ വ്യത്യസ്ത പോസ്റ്റുകളാണുള്ളത്, അവർക്കൊക്കെ വ്യത്യസ്ത അധികാരങ്ങളാണുള്ളത്. ഈ കമ്മിറ്റിയെ സക്കാത്ത് ഏൽപ്പിച്ചാൽ മറ്റുള്ള എല്ലാവരെയും നിഷ്പ്രഭമാക്കാൻ പ്രസിഡന്റിന് വീറ്റോ അധികാരം ഉണ്ടാവുമല്ലോ, അയാൾക്ക് കഴിയും. സെക്രട്ടറിയുടെ അധികാരം മെമ്പർമാർക്കില്ല. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ അധികാരമുള്ള ഒരു കൂട്ടുകമ്പനിയാണ് ഇപ്പോൾ ഈ കമ്മിറ്റി. അവരെ വക്കാലത്താക്കാൻ പോലും ഇസ്ലാമിൽ വകുപ്പില്ല. വക്കാലത്തിനെ മറപിടിച്ചാണ് ചില കമ്മിറ്റിക്കാർ രംഗപ്രവേശനം ചെയ്യാറുള്ളത്. അതായത് ചില നാടുകളിൽ ബൈത്തു സക്കാത്ത് ഇല്ലെങ്കിലും വഹാബികളൊക്കെ സക്കാത്ത് കമ്മിറ്റി എന്ന് തന്നെ ഉണ്ടാക്കൽ. അവർക്കും ഇത് നടപ്പിലാക്കാൻ തന്നെ ഒരു വകുപ്പുമില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ
ബൈത്തുൽ മാലോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരിയോ ആ രീതിയിൽ ചമയാറില്ല അവർ. അപ്പോൾ വ്യത്യസ്ത പവറുള്ള ഒരു കൂട്ടത്തെ വക്കാലത്താക്കപ്പെട്ട വസ്തുവിലും ഓരോരുത്തർക്കും വ്യത്യസ്ത അധികാരങ്ങളാണ് ഉണ്ടാവുക. അവിടെ ഒരാൾ അരി കൊടുക്കാൻ വേണ്ടി കമ്മിറ്റി യോഗം ചേർന്ന് അഭിപ്രായപ്പെട്ടാൽ ഒരു നിശ്ചിത ഫക്കീറിന് അരി കൊടുക്കണമെന്ന് ഒരു മെമ്പർ അഭിപ്രായപ്പെടും. അല്ല, അപ്പുറത്തുള്ള നമ്മളെ മാമാക്ക് അല്ലെങ്കിൽ ചേക്കോക്കാക്കാണ് വലിയ ക്ഷീണമുള്ളതെന്ന് മറ്റാൾ അഭിപ്രായപ്പെടും. മറ്റുള്ളവർ അതിനെ എതിർക്കും ചിലപ്പം. അപ്പോൾ അയാളുടെ അഭിപ്രായത്തിന് ഭൂരിപക്ഷ പിന്തുണ ഇല്ലെങ്കിൽ അയാളുടെ അഭിപ്രായം ഔട്ട്, അയാളുടെ വക്കാലത്തിൻ്റെ പവറേ നഷ്ടപ്പെട്ടു. ഇങ്ങനെ വിടവാങ്ങാൻ പറ്റുന്നതല്ല ഒരു വക്കാലത്ത് എന്ന് പറയുന്നത്. അധികാരം വേണം. അതിനാൽ തന്നെ കമ്മിറ്റിക്ക് വക്കാലത്തിൻ്റെ പവർ നൽകാൻ ഇസ്ലാമിക ഫിഖ്ഹിൽ ഒരു വഴിതും ഇല്ല. ചിലപ്പോൾ ഫക്കീറിൻ്റെ യോഗ്യത തീരുമാനിക്കാൻ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പരിശോധിക്കേണ്ടതായും വരും. ഭൂരിപക്ഷത്തിനനുസരിച്ചല്ല തീരുമാനിക്കൽ. ഇത്തരത്തിൽ പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും കമ്മിറ്റി ഉണ്ടാവും എന്നതിനാൽ രൂപീകരിച്ച് കമ്മിറ്റി ഉണ്ടാക്കി ഇത്തരം പരിപാടിക്ക് ഇറങ്ങൽ തന്നെ ശർഇന് വിരുദ്ധമാണ് എന്ന് ഏതാൾക്കും ചിന്തിച്ചാൽ വ്യക്തമാകും. ഇനി ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവരുടെ ഒരു ന്യായത്തിനും ഒരു നിലനിൽപ്പുമില്ല. ഇസ്ലാമിക രാജ്യത്തെ ഇമാമിന് ചില ഘട്ടങ്ങളിൽ സക്കാത്ത് പിരിച്ചെടുക്കാനുള്ള പവറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മറ പിടിച്ചും സക്കാത്ത് കമ്മിറ്റിക്ക് ശുദ്ധി കൽപ്പിക്കാൻ കഴിയില്ല. നൂതനവാദികൾ പലരും ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഫിത്ർ സക്കാത്ത് പോലുള്ളവ ഇമാമിന് തന്നെ പൂർണ്ണാർത്ഥത്തിൽ പിരിച്ചെടുക്കാൻ അവകാശമില്ലെന്നാണ് വസ്തുത. ഫിത്ർ സക്കാത്തിനാണല്ലോ കമ്മിറ്റി ഉണ്ടാക്കൽ പലരും. സക്കാത്തിനെ ആന്തരിക സ്വത്തിൻ്റെ സക്കാത്ത്, ബാഹ്യ സ്വത്തിൻ്റെ സക്കാത്ത് എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് സംബന്ധമായ വിവരണം ഇങ്ങനെ മനസ്സിലാക്കാം. ഇന്നൽ മാലൽ ബാത്തിന അൻ നഖ്ദു അർളു തിജാറ വൽ റികാസ് വ സക്കാത്തുൽ ഫിത്ർ വൽ മാലുൽ ലാഹിർ വൽ മവാശി വസ്സുറൂ വസ്സിമാർ വൽ മആദിൻ. നിഹായ ഷർവാനിയിൽ 344 പേജിലാണ് ഈ ഉദ്ധരണിയുള്ളത്. ആന്തരികമായ സ്വത്തിൻ്റെ സക്കാത്ത് സ്വർണ്ണ വെള്ളി നാണയങ്ങൾ, നിധി, കച്ചവട ചരക്കുകൾ തുടങ്ങിയവയുടെ സക്കാത്തും ഫിത്ർ സക്കാത്തുമാണ് ഒന്നാമത്തേത്. അതായത് ആന്തരികമായ സ്വത്ത്. 2 ബാഹ്യധനത്തിൻ്റെ സക്കാത്താണ്. അത് കൃഷികൾ, ആട്, മാട്, ഒട്ടകം, പഴവർഗ്ഗങ്ങൾ, ലോഹങ്ങൾ എന്നിവയുടെ സക്കാത്താണ്. അപ്പോൾ ഇങ്ങനെ 2 തരാണ് സക്കാത്തിൻ്റെ സാധനങ്ങൾ. ഇവയിൽ ആന്തരിക ഇനത്തിൽപ്പെട്ട സക്കാത്ത് മുസ്ലിം ഭരണാധികാരിയിലേക്ക് തിരിക്കൽ കൊണ്ട് തന്നെ ബാധ്യത ഒഴിവായി കിട്ടുമെങ്കിലും പ്രത്യേക നിർദ്ദേശമടിസ്ഥാനത്തിൽ ജനങ്ങളോടത് ആവശ്യപ്പെടാനോ പിരിച്ചെടുക്കാനോ അദ്ദേഹത്തിന് പോലും അധികാരമില്ല എന്നാണ് ശർഅ് പറയുന്നത്. തുഹ്ഫയും നിഹായും മുഗ്നിയുമെല്ലാം ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഉദ്ധരണി വലഹു അൻ യുഅദ്ദിയ ബിനഫ്സിഹി സക്കാത്തൽ മാലിൽ ബാത്തിനി വലൈസ ലിൽ ഇമാമി അൻ യത്ലുബഹ ഇജ്മാഅൻ. നാം യൽസമുഹു ഇദാ അലിമ ഔ ലന്ന അന്നൽ മാലിക ലാ യുസക്കി അൻ യഖൂല ലഹു മാ യഅതി. തുഹ്ഫ 344, നിഹായ 136, മുഗ്നി 413 ഒന്നാം വാള്യത്തിൽ. ഇതിൽ പറയുന്നത് എന്താണ്? ഇമാമിന് ഇത് ആവശ്യപ്പെടാൻ തന്നെ അധികാരമില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ സക്കാത്ത് കൊടുക്കുന്നില്ല എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ധരിച്ചാൽ അവനിക്ക് എന്ത് ചെയ്യുക? ആവശ്യപ്പെടാം. എന്താവശ്യപ്പെടാം? എന്നിലേക്ക് തിരിക്കണം എന്നല്ല, നീ കൊടുക്കണമെന്ന് നിർദ്ദേശം നൽകാം. ഇമാമിന് ഇതിന് അർഹതയില്ല എന്നതിന് പണ്ഡിതന്മാർ പറയുന്ന ന്യായം അത് ശറഹുൽ മുഹദ്ദബ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അമ്മൽ അംവാലുൽ ബാത്തിനത്തു ഫഖാലൽ മാവറദി ലൈസ ലിൽ ഉലാത്തി നദറും ഫീ സക്കാത്തിഹ ബൽ അസ്ഹാബുൽ അംവാലി അഹഖു ബിതഫ്രിഖത്തിഹ ഫഇൻ ബദലൂഹ തൗഅൻ ഖബിലഹൽ ഇമാമു മിൻഹും. ആന്തരിക ധനത്തിൻ്റെ സക്കാത്ത് ഭരണകർത്താക്കളുടെ നിയന്ത്രണ പരിധിയിൽ വരുന്നില്ലെന്ന് ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനാൽ അവയുടെ വിതരണം ചെയ്യേണ്ട ബാധ്യത മുതലുടമയ്ക്ക് തന്നെയാണ്. അഥവാ ഭരണാധികാരി ജനങ്ങളിൽ നിന്ന് സക്കാത്ത് ആവശ്യപ്പെടാതെ മുതലിൻ്റെ ഉടമകൾ തന്നെ ഇഷ്ടാനുസൃതം ഇമാമിലേക്ക് അതിനെ കൊണ്ടുപോയി കൊടുത്താൽ, വിനിയോഗിച്ചാൽ ബാധ്യത വീടുന്നതാണ് എന്നാണ് ശറഹുൽ മുഹദ്ദബ് 6/166 വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭരണാധികാരി തന്നെ ആരാണ്? നമ്മുടെ അമീർ ഭരണാധികാരിയിൽ പെടുമോ? അതാണ് നോക്കേണ്ടത്.
കമ്മിറ്റിക്കാർ ഇമാമിൻ്റെ റോളിലും അഭിനയിച്ചുകൊണ്ട് സക്കാത്ത് പിരിക്കാറുണ്ട്. പിരിക്കല്ല, അവർ സക്കാത്ത് നശിപ്പിക്കുക ചെയ്യുന്നത്. മതം വ്യക്തമായും പരിചയപ്പെടുത്തിയ എന്ത് യോഗ്യതയാണ് ഈ കമ്മിറ്റിക്കുള്ളത്, അല്ലെങ്കിൽ ഈ അമീറിനുള്ളത്? ആരാണ് ഈ അധികാരങ്ങളൊക്കെ ഉള്ള ഇമാമ്? അതാണ് അറിയേണ്ടത്. ബിഗയയിൽ വിശദീകരിക്കുന്നു, യജൂസു ദഫ്ഉ സക്കാത്തി ലിസ്സുൽത്താൻ ഇദാ അഖദഹ ബിനിയ്യത്തി സക്കാത്തി വഖദ് സ്വഹത്ത് വിലായത്തുഹു വഖവിയത്ത് ഷൗക്കത്തുഹു വൻഅഖദത്ത് ഇമാമത്തുഹു ബിസ്തിഖ്ലാഫിൻ ഔ ബൈഅത്തിൻ ഔ തഗല്ലുബിൻ ലാക്കിനി തഫ്രീഖു ബിനഫ്സിഹി ഔ ബിവക്കീലിഹി ഔലാ. ബിഗയ 104. പ്രാതിനിധ്യം, ഉടമ്പടി, ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആർജിക്കൽ എന്നിവ മുഖേന സ്ഥിരപ്പെട്ടതായ ഇമാമത്തും ശക്തമായ അധികാരവും ഭരണസാധ്യതയും ഉള്ളവനിക്കാണ് ഇമാമ് എന്ന് പറയുന്നത്. ഈ അമീറിന് ഏത് അംഗീകാരമാണുള്ളത്? അവരെ പാർട്ടി തന്നെ ഈ അംഗീകാരം അവർക്കുണ്ടോ? അപ്പോൾ രൂപീകരിക്കപ്പെടുന്നതും ആജീവനാന്തമായി നിയമിക്കപ്പെടുന്നതുമായ ഒരു കമ്മിറ്റിക്കും ഇമാമിന് പറയപ്പെട്ട ഒരു യോഗ്യതയുമില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് കമ്മിറ്റിയെ ഇമാമിനോട് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ അജ്ഞതയാണ്, അല്ലെങ്കിൽ ധിക്കാരമാണത്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയോ സമിതികളോ ഇമാമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. മേൽ പവറുള്ള ഇമാമിന് പോലും ഫിത്ർ സക്കാത്ത് പോലുള്ളവ ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല എന്നിരിക്കെ ഇമാമിൻ്റെ സ്ഥാനത്ത് അവതരിച്ചതാണെന്ന് അവകാശപ്പെടുന്ന കമ്മിറ്റിക്ക് പിരിവ് നടത്തി ഈ വിതരണം നടത്താൻ ഏത് മതമാണ് അധികാരം നൽകുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇമാമിന് ഇത്തരത്തിൽ സക്കാത്ത് ചോദിക്കൽ ഹറാമാണെന്ന നിയമമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കല്ലൂബി ഇമാം വിശദീകരിക്കുന്നു, ഖൗലുഹു ലൈസ ലിൽ ഉലാത്തി ഐ യഹ്റുമു അലൈഹിം, ഭരണാധികാരികൾ ഉടമകളിൽ നിന്ന് സക്കാത്ത് സംഭരിക്കൽ നിഷിദ്ധമാണ്. കല്ലൂബി 2:43. തുടർന്ന് പറയട്ടെ മഹല്ലി, ഫഇൻ ബദലൂഹ തൗഅൻ ഖബിലഹൽ വാലി, ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെയുള്ള ആന്തരിക സമ്പത്തുക്കളുടെ സക്കാത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഭരണാധികാരികളെ ഉടമ ഏൽപ്പിച്ചാൽ അവർക്കത് സ്വീകരിക്കാമെന്ന് മാത്രം. അല്ലാതെ ഇവിടെ കൊണ്ടുപോകാൻ ഞാൻ വിതരണം ചെയ്തോളാമെന്ന് ഇമാമിന് പറയാൻ അവിടെ അധികാരമില്ല. ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെയുള്ള ആന്തരിക സമ്പത്തുകളുടെ സക്കാത്തിനെ പറ്റി ഭരണാധികാരികൾ പോലും വേവലാതിപ്പെടേണ്ടതില്ല, നിർബന്ധിച്ച് അടപ്പിക്കാൻ വാളും പരിചയം എടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, സക്കാത്ത് നൽകുക തുടങ്ങിയ മതനിർദ്ദേശങ്ങൾ വ്യക്തികളോട് സ്പെഷ്യലായിട്ടാണ് ഉള്ളത് എന്നതിനാലും പ്രസ്തുത നിർദ്ദേശം ഭരണകൂടങ്ങളോടല്ലാത്തതിനാലും വ്യക്തികൾ തന്നെ അത് നൽകി അവരുടെ ബാധ്യത വീട്ടേണ്ടതാണ് എന്നാണ് ശറഅ് ഇവിടെ പറയുന്നത്. പക്ഷേ വാങ്ങാൻ അർഹതയുള്ളവരെ സംബന്ധിച്ച് വ്യക്തികളെക്കാളും ജ്ഞാനവും അറിവും ഗവൺമെൻറ്റിനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഉടമകൾക്ക് തങ്ങളുടെ സക്കാത്ത് ഇസ്ലാമിക ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാം എന്ന് മാത്രം. എന്നാൽ ഇസ്ലാമിക ഗവൺമെൻറ്റുകൾ ഇല്ലാത്തതിനാൽ ഓരോ പ്രദേശത്തുമുള്ള മുസ്ലിങ്ങൾ ഗ്രാമം അല്ലെങ്കിൽ താലൂക്ക്, ജില്ല, സംസ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി സക്കാത്ത് സംഘടിപ്പിച്ച് വിതരണം ചെയ്യാമെന്ന വാദം ശരിവെക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെടുന്നവ സൗജന്യമായി നൽകപ്പെട്ടതുപോലെയോ മറ്റോ ആണ്. അതുകൊണ്ട് സക്കാത്തിൻ്റെ ബാധ്യത അവിടെ കിടക്കും. അത് ഖബറിലെത്തുമ്പോഴേ അറിയുകയുള്ളൂ, പ്രഥമ സ്റ്റെപ്പിൽ. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും സക്കാത്ത് കൊടുത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾക്കെല്ലാം സക്കാത്തുകൾ വേറെ തന്നെ കണക്കെടുത്ത് കൊടുത്ത് വീട്ടിയെങ്കിലേ ബാധ്യത വീടുകയുള്ളൂ. അവിടെ ഒരു അമീറും ഖബറിൽ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവിടെ സക്കാത്തിനെ കുറിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിനോ അല്ലാത്തടത്തൊക്കെ ഇങ്ങനെയാണ്, ഇമാമിന് പോലും ഇങ്ങനെ ആവശ്യപ്പെടാൻ അധികാരമൊന്നുമില്ല എന്നൊക്കെ വകുമ്പോൾ ചില വിരുദ്ധന്മാർ സക്കാത്ത് കൊടുക്കാതെ കഴിച്ചിലാവില്ലേ എന്ന ന്യായം തോന്നിയേക്കാം. എന്നാൽ അവിടെ വിരുദ്ധന്മാരെ പിടികൂടാൻ ഇമാമിന് ചില അധികാരങ്ങൾ നൽകുന്നുണ്ട്. ഇസ്ലാമിക ഭരണാധികാരിക്ക് സക്കാത്ത് വിഹിതം ചോദിച്ചു വാങ്ങാൻ അവകാശമില്ലെങ്കിലും നിയമത്തിൻ്റെ മറവിൽ വല്ല വിരുദ്ധന്മാരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെ പിടികൂടാൻ ഇമാമിന് അധികാരമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് കുതന്ത്രത്തിലൂടെ ആരെങ്കിലും നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെ പിടിച്ചു കെട്ടിയാൻ പ്രത്യേകമായ ഓർഡർ ഉണ്ട് ഇസ്ലാമിൽ. ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഇമാം റംലി വിശദീകരിക്കുന്നു. ഫയൽസുമുഹു ഇദാ ലന്ന മിൻ ഇൻസാനിൻ അദമ ഇഖ്റാജിഹ അൻ യഖൂല ലഹു അദ്ദിഹ വഇല്ലാ ഫദ്ഫഅഹ ലിഉഫർരിഖഹ ലിഅന്നഹു ഇസാലത്തു മുൻകരിൻ. തുഹ്ഫ ശറഹുൽ മുഹദ്ദബ് നിഹായ. ഒരാൾ സക്കാത്ത് നൽകിയിട്ടില്ലെന്ന് ഭരണാധികാരിക്ക് ബോധ്യമായാൽ സ്വന്തം നൽകണമെന്നോ അല്ലെങ്കിൽ തന്നെ ഏൽപ്പിക്കണമെന്നോ നിർദ്ദേശിക്കാൻ ഭരണാധികാരിക്ക് അവകാശമുണ്ടെന്ന് മാത്രമല്ല അത് നിർബന്ധവുമാണ്. ഷറഹുൽ മുഹദ്ദബ് തുഹ്ഫ
നിഹായ ഇതിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ആവശ്യപ്പെടാൻ ഇമാമിന് മാത്രമേ അർഹതയുള്ളൂ. ഒറ്റപ്പെട്ട വ്യക്തികൾക്കോ സ്വന്തം അമീറായി ചമഞ്ഞു നിൽക്കുന്ന ആളുകൾക്കോ ഒരധികാരവുമില്ല. ഇക്കാര്യം കൂടി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇമാം ഷർവാനി ഖൗലുഹു നഅം യൽസമുഹു വമിസ്ലുൽ ഇമാമി ഫീ ദാലിക്കൽ ആഹാദ് ലാകിൻ ഫിൽ അംരി ബിദ്ദഫഇ ലാ ഫിത് ത്വലബി. ഷർവാനി പ്രസ്തുത വിഷയത്തിൽ മറ്റു വ്യക്തികളും ഇമാമിന് സമാനമാണ്. പക്ഷേ ഇത് സക്കാത്ത് നൽകാൻ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ മാത്രമാണ്, വ്യക്തികളെ ഏൽപ്പിക്കാൻ അവകാശപ്പെടുന്ന വിഷയത്തിലല്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കണോ എന്ന് പറയാനേ പറ്റുള്ളൂ ഇമാമിനും ഒറ്റപ്പെട്ട വ്യക്തികൾക്കും നാട്ടിലുള്ള കാര്യകർത്താക്കളായ ആളുകൾക്കും. അല്ലാതെ എന്നെ ഏൽപ്പിക്കൂ ഞാൻ കൊടുക്കട്ടെ എന്ന് അവകാശപ്പെടാനോ പറയാനോ അധികാരമില്ല. മേൽ ഉദ്ധരികളൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കൊരു സാഹചര്യത്തിനും സക്കാത്ത് ചോദിച്ചു വാങ്ങാൻ വകുപ്പില്ലെന്ന് വ്യക്തമാണ്. അതിനാൽ ഫിത്ർ സക്കാത്ത് സമാഹരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ആ കമ്മിറ്റികൾ വഴി ജനങ്ങളിൽ നിന്ന് സക്കാത്തിൻ്റെ ഓഹരികൾ പിരിച്ചെടുക്കുന്നതിനും ഇസ്ലാമികമായി ഒരു മാനവും ന്യായവുമില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി കമ്മിറ്റി മെമ്പറെ വക്കീലാക്കിയാൽ ഈ പ്രശ്നമൊക്കെ തീരൂലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഒരു പ്രദേശത്ത് രൂപം കൊണ്ട കമ്മിറ്റിയിലെ ഒരംഗത്തെ വക്കാലത്താക്കിക്കൂടെ എന്ന ചോദ്യമാണ് ഉയരാറുള്ളത്. അയാൾ കമ്മിറ്റി മെമ്പറായി എന്ന പരിഗണന വെച്ചാണ് അയാളെ വക്കാലത്താക്കുന്നതെങ്കിൽ അത് ഗതകാല കീഴ്വഴക്കങ്ങൾക്കെതിരാണ്. അങ്ങനെ ഒരു കമ്മിറ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതോ അതിൽ അംഗത്തിനെ ഏൽപ്പിക്കുക എന്നുള്ളതോ മുമ്പ് കാലത്തൊന്നും കേട്ടുകളിവില്ലാത്തതാണ്. അത്തരത്തിലുള്ള ഒരാൾ വക്കീലാവാനുള്ള സർവ്വ നിബന്ധനകളും യഥോചിതം പാലിച്ചിട്ടുണ്ടെന്ന് ഉടമയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ വിതരണത്തിന് അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഉടമയുടെ ബാധ്യത വീടുകയുള്ളൂ എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുള്ളത്. ശറഹുൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തിയത് നോക്കൂ. ഖാല അസ്ഹാബുനാ തഫരീഖുഹു ബിനഫ്സിഹി അഫ്ളലു മിന തൗക്കീൽ ബിലാ ഖിലാഫ് ലിഅന്നഹു അലാ സിഖത്തിൻ മിൻ തഫരീഖിഹി ബിഖിലാഫിൽ വക്കീൽ വഅലാ തഖ്ദീരി ഖിയാനത്തിൽ വക്കീൽ ലാ യസ്ഖുതുൽ ഫർളു അനിൽ മാലികി ലിഅന്ന യദഹു കയദിഹി فما لم يصل المال إلى المستحقين لا يبرأ ذمة المالك بخلاف دفعها إلى الإمام فإنه بمجرد قبضه تسقط الزكاة عن المالك. ഷറഹുൽ മുഹദ്ദബ് 165. നമ്മുടെ അസ്ഹാബുമാർ പറഞ്ഞു, സക്കാത്ത് വക്കാലത്താക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം സ്വന്തം വിതരണമാണ്. കാരണം വിതരണത്തിൽ ഉറപ്പും വക്കീലിനെ ഏൽപ്പിക്കുന്നതിൽ സംശയമാണുള്ളത്. വക്കീൽ വഞ്ചന കാണിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഉടമയുടെ ബാധ്യത വീടുന്നതേയല്ല. അവകാശികൾക്ക് എത്തിയിട്ടില്ലെങ്കിലും വിധി ഇത് തന്നെയാണ്. എന്നാൽ ഇമാമിലേക്ക് ഏൽപ്പിക്കുന്നതോടെ ഉടമയുടെ ബാധ്യത വീടും. ഇമാമിൻ്റെ അടുത്താണ്ട് ഏൽപ്പിച്ചാൽ തന്നെ അവൻ സക്കാത്ത് കൊടുക്കണം എന്നുള്ള ബാധ്യത അവന് ഒഴിവാക്കി കിട്ടും. ഒറ്റപ്പെട്ട ആളുകൾക്കോ ഈ പറയപ്പെട്ട അമീറിനൊക്കെ ഏൽപ്പിച്ചാൽ കൊടുത്ത് അവൻ്റെ പിന്നാലെ കൂടി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ കൂടി നോക്കണം വക്കാലത്ത് ഏൽപ്പിച്ചതൊക്കെ എന്നാണ് ശറഹുൽ മുഅദ്ദബ് വിശദീകരിക്കുന്നത് 666. നാട്ടിലെ ഭരണാധികാരിയെ ഏൽപ്പിക്കുന്നതിനേക്കാളും വക്കീലിനെ ഇറക്കി വിതരണം നടത്തുന്നതിനേക്കാളും അത്യുത്തമം സ്വയം വിതരണം ചെയ്യലാണ്. ഇനി സ്വയം വിതരണത്തിന് സാധ്യമല്ലാത്തിടത്തെ ഇമാം അക്രമി കൂടിയാണെങ്കിൽ മാത്രമേ വക്കീലിനെ സമീപിക്കുന്നതിൽ ഔചിത്യമുള്ളൂ എന്ന് ഇമാം റംലി വിശദീകരിച്ചിട്ടുണ്ട്. ഫതഫരീഖുൽ മാലിക് ബിനഫ്സിഹി അഫ്ളലു മിന തസ്ലീമി ഇലൈഹി കമാ അന്ന ദാലിക അഫ്ളലു മിന തസ്ലീമി ലിവക്കീലിഹി لأنه على يقين من فعل نفسه وفي شك من فعل غيره والتسليم للوكيل أفضل منه إلى الجائر لظهور خيانته. نهاية 13. ഇമാമിലേക്ക് ഏൽപ്പിക്കുന്നതിനേക്കാളും വക്കീലിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും അത്യുത്തമമായിട്ടുള്ളത് ഉടമ തന്നെ സ്വയം വിതരണം ചെയ്യലാണ്. സ്വന്തം വിതരണത്തിൽ ഉറപ്പും മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിൽ സംശയമുണ്ടെന്നതാണ് കാരണം. അക്രമിയായ ഭരണാധികാരിയിലേക്ക് ഏൽപ്പിക്കുന്നതിലേറെ നല്ലത് വക്കീലിലേക്ക് ഏൽപ്പിക്കലാണ്. നിഹായ 3/136. ഒരു പ്രദേശത്ത് സക്കാത്ത് സമാഹരിക്കാൻ വേണ്ടി രൂപം കൊണ്ട കമ്മിറ്റി ജനങ്ങളിൽ നിന്ന് തീരെ സക്കാത്ത് ആവശ്യപ്പെടുന്നില്ല. എന്നാൽ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നവർ മാത്രം സ്വരൂപിക്കുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ ആ കമ്മിറ്റിയിലും അടക്കാൻ പാടില്ല. കാരണം എന്താ? കമ്മിറ്റിക്ക് സക്കാത്തിൻ്റെ വക്കാലത്ത് വ്യവസ്ഥ പാലിക്കാനുള്ള ഒരു അർഹതയുമില്ലെന്ന് തന്നെ. അതുകൊണ്ട് സംഘടിത സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുക എന്ന നിഷിദ്ധമായ പ്രവർത്തനം ശരിവെക്കുന്നതും അതിന് പ്രോത്സാഹനം നൽകുന്നതുമാണ് ഈ കാര്യമെന്നതിനാൽ
പരമാവധി ഈ കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങളെപ്പോലും വക്കാലത്ത് ഏൽപ്പിക്കാതിരിക്കുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് നാം മനസ്സിലാക്കണം. തോന്നുന്ന രീതിയിലൊക്കെ വിതരണം ചെയ്യാൻ സക്കാത്തിനെ ഉപയോഗപ്പെടുത്തുന്ന സുന്നി വിരുദ്ധരായ ശരീഅത്തിൻ്റെ ശത്രുക്കൾ അവരുടെ സക്കാത്ത് നഷ്ടപ്പെടുത്തുന്നു എന്നതിന് പുറമെ സാധാരണക്കാരുടെ സക്കാത്ത് കൂടെ നഷ്ടപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ കാഴ്ചയാണ് കണ്ണൂരിലെ ഉദ്ഘാടനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശത്രുക്കൾ ഇവിഷയമായും മതത്തിന് ഭീഷണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മതം പറഞ്ഞ ലക്ഷ്യവും മാർഗവും അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്തവർ ഇസ്ലാമിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മതത്തിൽ അണിനിരന്നവരല്ല. ഇതര മതങ്ങളിൽ മതവിധികൾ തോന്നുന്ന പോലെ വളച്ചൊടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മതത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതിനാൽ വർഷത്തിനിടയിൽ ഒരു നിയമത്തെ തന്നെ പലതവണ പൊളിച്ചെഴുതാനുള്ള അവസരം അവർക്കൊക്കെ ഉണ്ട്. മതം പൊളിച്ചെഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇസ്ലാമിനെ വെറുതെ വിട്ട് അത്തരം സംരംഭങ്ങളിൽ സ്ഥാനം നേടുന്നതായിരിക്കും ഉചിതം എന്നാണ് അവരോടൊക്കെ ഉണർത്താനുള്ളത്. അതുകൊണ്ട് ഈ ബൈത്തുസക്കാത്തുമായി ഇറങ്ങിത്തിരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കമ്മിറ്റിയിലേക്ക് ഒരു സുന്നിയും ഒരു മുസ്ലിമും ഒരണ പൈസ പോലും സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കരുത്. സക്കാത്ത് വീടില്ല. ആഖിറത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ കൈകടിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇന്ന് പ്രോത്സാഹനം നൽകി പ്രചരണം നൽകിയ മുനവ്വർ അലി തങ്ങളോ ET ബഷീറോ നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ധാർഷ്ട്യത്തിൻ്റെ പേരിലോ ധിക്കാരത്തിൻ്റെ പേരിലോ മതം പഠിക്കാതെയോ പഠിച്ചിട്ടും ഞാനിങ്ങനെ ചെയ്യുമെന്നുള്ള ധിക്കാരത്തോടു കൂടെയോ ചെയ്താൽ ഈ ആളുകളുടെ വാക്കും പെരുമയും കേട്ട് അവരുടെ അമല് ബാത്തിലാക്കിയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും അവർ വഹിക്കും. പക്ഷെ അവർ വഹിക്കുമെങ്കിലും ഈ ചെയ്തവർക്കും ചിന്താശേഷിയുണ്ട്, അവർക്ക് ഖിയാറുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായ പണ്ഡിതന്മാരോട് ചോദിച്ചന്വേഷിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഈ കാലത്ത് ഇപ്പോൾ ചോദിക്കേണ്ട ആളുകൾ തന്നെ നാട്ടിൽ വിവരമില്ലാത്ത ആളുകളെ കാളിയാക്കുന്ന ഒരു കാലമാണ്. അപ്പം അതുകൊണ്ട് ശരിക്കും ഉലമാകളിൽപ്പെട്ട ആളുകളോട് ചോദിച്ച് തന്നെ ഇത് മനസ്സിലാക്കണം. ഞങ്ങളെ ആള് ഭയങ്കര ആളാണ്, വലിയ തറവാട്ടുകാരനാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും പ്രയോജനമല്ല. ഇത് സത്യം മനസ്സിലാക്കണം. രാഷ്ട്രീയ അടിമത്തമല്ല മതത്തിലുള്ളത്. മതത്തിൻ്റെ നിയമങ്ങൾ മതത്തിനനുസരിച്ച് പാലിക്കണം. അല്ലാതിരുന്നാൽ പരലോകം പരാജയപ്പെടും. അള്ളാഹു ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, വേറൊരു എതിർപ്പ് നമുക്ക് ആരോടില്ല, ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഈ വിഷയത്തിലും ഉണർന്ന് ചിന്തിക്കുവാൻ അവസരം നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും നന്മ വരുത്തട്ടെ. തെറ്റായ രീതിയിൽ ഇസ്ലാമിൻ്റെ കർമ്മകൾ ചെയ്യുന്നവരെയും അത് പ്രോത്സാഹിപ്പിക്കുന്നവരെയും അള്ളാഹു നല്ല വഴിയിലേക്ക് ആക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരുടെ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.